ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ PSC ബുള്ളറ്റിനിലുള്ള പൊതുവിജ്ഞാന കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്കുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കും ലഭിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നീലകണ്ഠ തീർത്ഥപാദർ ആരുടെ ശിഷ്യനായിരുന്നു? ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായിരുന്നു ആര്? നീലകണ്ഠ തീർത്ഥപാദർ. പയസ്വിനി എന്ന പേരിലും അറിയപ്പെടുന്ന പുഴ ഏതാണ്? ചന്ദ്രഗിരി പുഴ കേട്ടോ. പയസ്വിനി എന്ന പേരിലും അറിയപ്പെടുന്ന നദി ചന്ദ്രഗിരി പുഴ. പാലക്കാട്ട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതാരായിരുന്നു? TR കൃഷ്ണസ്വാമി അയ്യർ. PhD എന്നതിൻ്റെ പൂർണ്ണരൂപം ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നാണ്. ഫുട്ബോൾ താരം പെലെ അഭിനയിച്ച ചലച്ചിത്രം ഏതായിരുന്നു? ഹോട്ട് ഷോട്ടിലാണ് നമ്മുടെ ഫുട്ബോൾ താരം പെലെ അഭിനയിച്ചിരിക്കുന്നത്. ബാങ്കിങ്ങിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകം. ബംഗാൾ ആർമിയുടെ നഴ്സറി എന്നറിയപ്പെടുന്നത് അവധാണ്. ബംഗാളി പ്രധാന ഭാഷയായ കേന്ദ്രഭരണ പ്രദേശം ഏതായിരുന്നു? ആൻഡമാൻ നിക്കോബാറാണ്. ആൻഡമാൻ നിക്കോബാറിലേതാണ് ഏതാണ് പ്രധാന ഭാഷയായിട്ടുള്ളത്? ബംഗാളിയാണ്. ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ ഭരണഘടകം ഏതാണ്? ഡൽഹിയാണ്. ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ പ്രവർത്തനം അവസാനിച്ചത് എന്നായിരുന്നു? 2017 ഏപ്രിൽ 1-ന് ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ പ്രവർത്തനം അവസാനിച്ചത്. എന്നാണ് സ്ഥാപിതമായത്? 2013 സ്ഥാപിതമായത്. ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി സംസ്ഥാന പുനഃസംഘടന നടന്ന വർഷം 1956. ബ്രിട്ടീഷ് ഓഫീസറായ റാൻഡിനെ കൊലപ്പെടുത്തിയത് ചപ്പേക്കർ സഹോദരന്മാരാണ് കേട്ടോ. ചപ്പേക്കർ സഹോദരന്മാർ. ശ്രീരംഗപട്ടണം ഏത് നദിയുടെ തീരത്താണ്? കാവേരി നദിയുടെ തീരത്താണ് ശ്രീരംഗപട്ടണം. ശ്രീലങ്കയുടെ പതാകയിൽ ചിത്രീകരിച്ചിട്ടുള്ള മൃഗം ഏതാണ്? സിംഹമാണ്. 1909 വെള്ളപ്പൊക്കം എന്ന പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഉണ്ടായതെന്നാണ്? 1924. മനുഷ്യർ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനം രചിച്ചത് വയലാർ രാമവർമ്മ. അന്താരാഷ്ട്ര ബാലാവകാശ പ്രഖ്യാപനം നടന്നത് 1959. 1959 അന്താരാഷ്ട്ര ബാലാവകാശ പ്രഖ്യാപനം നടന്നത്. മയ്യഴി ഗാന്ധി ആരാണ്? AK കുമാരൻ മാസ്റ്റർ. മാൻഹട്ടൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഓപ്പൺഹൈമറാണ്. അന്ത്യോദയ അന്ന യോജനയ്ക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം രാജസ്ഥാൻ. അപ്പോളോ സീരീസിലെ അവസാന പേടകം ഏതായിരുന്നു? അപ്പോളോ 17 ആയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക ഹെലികോപ്റ്റർ മറൈൻ 1 ആണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക ഹെലികോപ്റ്റർ. അമേരിക്കൻ വൈസ് പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വിമാനം ഏതായിരുന്നു? എയർഫോഴ്സ് 2 എന്നുള്ളതാണ്. അശോക ചക്ര ലഭിച്ച ആദ്യത്തെ വ്യോമസേനാംഗം ആരാണ്? സുഹാസ് ബിശ്വാസ് ആണ് കേട്ടോ. സുഹാസ് ബിശ്വാസിനാണ് അശോക ചക്ര ലഭിച്ചിരിക്കുന്നത്. ആനി ബെസന്റ് എന്ന് അന്തരിച്ചു? 1933 ആനി ബെസന്റ് അന്തരിക്കുകയുണ്ടായി. ആയുർവേദത്തെക്കുറിച്ച് വൈദ്യജീവനം എന്ന പുസ്തകം രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേട്ടിട്ടില്ല അല്ലേ ഇത്? ആയുർവേദത്തെക്കുറിച്ച് വൈദ്യജീവനം എന്ന പുസ്തകം രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. ചിലപ്പോൾ വന്നേക്കാം. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ആയുർവേദത്തെക്കുറിച്ച് വൈദ്യജീവനം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. യാദവ വംശത്തിൻ്റെ തലസ്ഥാനം ദേവഗിരി. ആദ്യ കേന്ദ്രമന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാരായിരുന്നു? ജഗജീവൻ റാം. ആദ്യത്തെ നാഷണൽ പോലീസ് കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ധരംവീര. ഇന്ത്യ ഹോക്കി ലോകകപ്പ് നേടിയ വർഷം ഏതാണ്? 1975. 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് നേടിയിട്ടുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് മൻമഥനാഥ് റോയ് ചൗധരി. ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? മൻമഥനാഥ് റോയ് ചൗധരി. ഇന്ത്യൻ പ്രസിഡന്റിനെ തൽസ്ഥാനത്തു നിന്ന് നീക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 61. ഇന്ത്യൻ പ്രസിഡന്റിനെ തൽസ്ഥാനത്തു നിന്ന് നീക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? 61. ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യത്തെ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ ആരാണ്? റിങ്കു സിൻഹയാണ് കേട്ടോ. റിങ്കു സിൻഹ. ഇന്ത്യയിൽ ആദ്യ റെയിൽവേ ലൈൻ ബോംബെ മുതൽ താനെ വരെ സ്ഥാപിച്ച വർഷം 1853. ഇന്ത്യയിൽ ആദ്യമായി പ്രധാനമന്ത്രി പദം രാജിവെച്ചതാരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. ഇന്ത്യയിൽ വിദേശകാര്യ വകുപ്പിൻ്റെ ചുമതല വഹിച്ച ആദ്യത്തെ വനിത ആരാണ്? ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ ദേശസൂചക പദവി ലഭിച്ച ആദ്യത്തെ അരി പൊക്കാളി അരിക്കാണ് ഇന്ത്യയിൽ ദേശസൂചക പദവി ആദ്യമായിട്ട് ലഭിക്കുന്നത്. ഇന്ത്യയിലെ US അംബാസഡറുടെ വസതി ഏതാണ്? റൂസ്വെൽറ്റ് ഹൗസ് ആണ് കേട്ടോ. ഇന്ത്യയിലെ
US അംബാസഡറുടെ വസതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? റൂസ്വെൽറ്റ് ഹൗസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂരഹിതരില്ലാത്ത ജില്ല ആരാണ്? എവിടെയാണ്? കണ്ണൂരാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂരഹിതരില്ലാത്ത ജില്ല ഏതാണ്? കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ സർവകലാശാല സ്ഥാപിതമാകുന്ന സ്ഥലം എവിടെയാണ്? ഗുരുഗ്രാമിലെ ഗുഡ്ഗാവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ സർവകലാശാല സ്ഥാപിതമാകുന്നത് ഗുരുഗ്രാമിലെ ഗുഡ്ഗാവിലെ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ഏതാണ്? ചെറുകുളത്തൂർ. കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചെറുകുളത്തൂർ എന്ന് പറയുന്ന ഗ്രാമമാണ് ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം ഏതാണ്? ചന്ദിരൂരാണ്. ആലപ്പുഴ ജില്ലയിലെ ചന്ദിരൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം എന്ന് പറയപ്പെടുന്നത്. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ സംഘടന സ്ഥാപിച്ചത് ആരായിരുന്നു? വാഗ്ഭടാനന്ദൻ. റംസാർ കൺവെൻഷൻ നടന്ന വർഷം 1971. NDA സർക്കാർ അന്ത്യോദയ അന്ന യോജന ആരംഭിച്ച വർഷം 2000 ഡിസംബർ 25. ഇപ്പം നടന്ന AP ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു അല്ലേ? ഇതന്നെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? 2000 ഡിസംബർ 25 NDA സർക്കാർ അന്ത്യോദയ അന്ന യോജന ആരംഭിക്കുന്നത് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ്സ് ബാങ്ക് ഏതാണ്? എയർടെൽ പേയ്മെൻറ്റ് ബാങ്കാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ്സ് ബാങ്കായിട്ട് ഏതാണ്? എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള ഏതാണ്? ഗോതമ്പ് തന്നെയാണ് അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഖാരിഫ് വിളയോ? നെല്ല്. ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള ഗോതമ്പും ഖാരിഫ് വിള നെല്ലുമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏതാണ്? ആസ്ട്രോസാറ്റാണ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വജാഹത്ത് ഹബീബുള്ള. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ അംഗപരിമിതിയായ ഇന്ത്യൻ വനിത അരുണിമ സിൻഹ. റാഫേൽ യുദ്ധവിമാനം ഇന്ത്യക്ക് നൽകുന്ന രാജ്യം ഫ്രാൻസ് ആണ്. റൂസോ ഏതു രാജ്യത്താണ് ജനിച്ചിരിക്കുന്നത്? സ്വിറ്റ്സർലാൻഡിലെ. രക്തചക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവി. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ Fൻ്റെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏതാണ്? ശാസ്താംകോട്ട കേട്ടോ. ശാസ്താംകോട്ട. അത് F ഫ്രഷ് വാട്ടർ എന്ന് ആലോചിച്ചാൽ മതി. ശാസ്താംകോട്ട കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വ ദൗത്യം ഏതാണ്? മംഗൾയാൻ. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കുന്നത് പഞ്ചശീല തത്വങ്ങളെയാണ്. ഇരുമ്പും കാർബണും ചേർന്നിട്ടുള്ള ലോഹസങ്കരം ഏതാണ്? ഉരുക്ക്. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത ആരായിരുന്നു? മനോഹര ഹോൾകേക്കർ ആയിരുന്നു കേട്ടോ. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച രണ്ടാമത്തെ വനിതയോ? ഫുർചരൺ കൗർ ആണ് കേട്ടോ. ആദ്യത്തേത് മനോഹര ഹോൾക്കറും രണ്ടാമത്തേത് ഫുർചരൺ കൗറുമാണ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യത്തെ വനിതയും രണ്ടാമത്തെ വനിതയും. രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക കേന്ദ്രം ഏതാണ്? ഫർഖോർ ആണ് കേട്ടോ. ഫർഖോർ ആണ് രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക കേന്ദ്രം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് മദൻ മോഹൻ മാളവിയായിരുന്നു. ഈ പ്രതിഭാസത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാം. ഏത് പ്രതിഭാസത്തെയാണത്? മൺസൂൺ കാറ്റുകളെയാണ് കേട്ടോ. മൺസൂൺ കാറ്റുകളെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്നത്. APJ അബ്ദുൽ കലാം അന്തരിച്ച വർഷം ഏതാണ്? 2015 2015 എന്താണ് APJ അബ്ദുൽ കലാം അന്തരിക്കുന്നത്. പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരായിരുന്നു? അഭിലാഷ് ടോമി. US സെനറ്റിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യൻ വനിത കമല ഹാരിസ് ആണ്. US സെനറ്റിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? കമല ഹാരിസ് ആണ്. അപ്പോൾ ഈ ഒരു പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഈ ഒരു സ്ലൈഡ് നമുക്ക് ഒരു റിവിഷനാണ് റിവിഷനാണ് നമുക്ക് നൽകുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കേട്ടിരിക്കുക. വീണ്ടും ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ തന്നെ നിൽക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.